ഹായ് മക്കളെ, 2025 JEE എക്സാമിന് വേണ്ടി നിങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുകയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ജാനുവരിയിലാണ് JEE ഫേസ് 1 വരുന്നത്. അപ്പം നമ്മൾ എല്ലാ മാസവും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് നടത്താൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണോ JEE നടത്തുന്നത് അതേ പാറ്റേണിൽ നമ്മൾ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ മാസവും എന്ത് ചെയ്യും, JEEയുടെ മോക്ക് എക്സാംസ് നടത്തും. പറഞ്ഞു മനസ്സിലായോ? അപ്പം അത് സൈലത്തിലെ മക്കൾക്ക് ഫ്രീ ആണ്, പുറത്തുള്ളവർക്ക് 99 രൂപ. കാര്യം അത് എന്തിനാ പൈസ വെക്കുന്നത് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്ത്, ആ പൈസ നമ്മളൊരു കമ്പ്യൂട്ടർ സെന്റർ നമ്മളത് എടുത്ത്, അതിൽ കേരളത്തിൽ JEE എവിടെയൊക്കെ നടക്കുന്നു അവിടേക്കാണ് നടത്തുന്നത്. അപ്പോൾ ആ സെന്റർ നമ്മൾ എടുത്ത് അത്രയും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയ കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പം അത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു JEE എക്സാം ഒരു വർഷം മുമ്പ് തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 7 മാസം 8 മാസം, ഫേസ് 1 ആണെങ്കിൽ 7 മാസം മുമ്പേ, ഫേസ് 2 ആണെങ്കിൽ ഒരു വർഷം മുമ്പേ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി JEE നടക്കുന്ന അതേ സെന്ററുകളാണ് നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യാറില്ല. എല്ലാ ഈ പറഞ്ഞ ഏത് ജില്ലകളിലും നടത്തുമ്പോഴത്തേക്കും നമ്മളിത് ചൂസ് ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും നമ്മളിത് നടത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഏതൊക്കെയാണ് സിലബസ്. ഫസ്റ്റ് JEE മോക്ക് എക്സാം ആണ് വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ സിലബസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ്സ് കേരളാസ് ബിഗസ്റ്റ് പ്രീ JEE എക്സാം ആണ്. കാര്യം എല്ലാ ജില്ലയിലും കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം സൈലം മാത്രമേ JEEക്ക് നടത്തുന്നുള്ളൂ. അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ എക്സാമിനെ കാണുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയധികം എക്സാംസും വൺ ഷോട്ട് സീരീസും ഒക്കെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. റെഡി? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം തന്നെ, അതായത് മോക്ക് എക്സാംസ് വളരെ വേഗത്തിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു പാറ്റേൺ, അതായത് ഇതിനകത്ത് പ്രാക്ടീസ് ആണ് നിങ്ങൾ എൻട്രൻസ് എക്സാമിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഠിച്ച അത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ തെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഏറ്റവും വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഇത് എഴുതി തുടങ്ങുക. ആൻഡ് കൃത്യമായിട്ടുള്ളൊരു എക്സാം, ഒരു ഹോളിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതായത് ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഫീൽ ചെയ്യുകയാണ്. കറക്റ്റ് JEE എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, അതേ സ്ക്രീനുകൾ, അതേ കാര്യങ്ങൾ, അതേ ആംബിയൻസ്, അതേ സ്ഥലം. സോ അപ്പം അത് നിങ്ങൾക്ക് എന്താണ്, ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഈ പറഞ്ഞ ഒരു എക്സാം ഫിയർ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി. റെഡി മക്കളെ? അപ്പം നമ്മൾ ടൈം മാനേജ്മെന്റ് അല്ലേ, അത് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എക്സാമിൽ ഏറ്റവും കൂടുതൽ വേണ്ട ടൈം മാനേജ്മെന്റ് ആണ്. കൃത്യമായി 1 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ആ സമയം കൊണ്ട് അത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ അത് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറയുന്നത്, ഞാൻ എപ്പോഴും പറയും, ക്വസ്റ്റ്യൻ ഇപ്പം JEE ക്വസ്റ്റ്യൻ ആയാൽ പോലും ഇപ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു 30 സെക്കൻഡ് 20 സെക്കൻഡ് വെച്ച് ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും വരുന്നത്. മാത്സ് അങ്ങനെയല്ല, മാത്സ് ലെങ്തിയാണ്. അപ്പം അതനുസരിച്ച് കൃത്യമായി കെമിസ്ട്രി ആദ്യം ചെയ്ത് പിന്നെ ഫിസിക്സിലേക്ക് എത്തി പിന്നെ മാത്സിലേക്ക് എത്തുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ ആ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ കുട്ടികളോട് പറയും, ഏറ്റവും എളുപ്പമായിട്ട് വരിക മിക്കപ്പോഴും ഏതായിരിക്കും, ഏറ്റവും എളുപ്പമായി വരിക കെമിസ്ട്രി ആയിരിക്കും. സോ കെമിസ്ട്രി എപ്പോഴും എന്ത് ചെയ്യുക, ആദ്യം അറ്റൻഡ് ചെയ്യുക, ദെൻ ഗോ ടു ഫിസിക്സ്, ദെൻ ഗോ ടു മാത്സ്. ഈ ഒരു പാറ്റേണിൽ തന്നെ പോകാവുള്ളൂ. റെഡി? അപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ 99% പ്ലസ് എന്നുള്ള, അല്ലെ 100% എത്തുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ ഈ പാറ്റേണിൽ പോകുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ടൈം മാനേജ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് മുമ്പോട്ട് പോവുക. സോ കൃത്യമായി അല്ലേ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ട സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എക്സാംസ് എഴുതുമ്പോൾ. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഏത് ഡേറ്റിലാണ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ മനസ്സിലാകേണ്ടത്. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. അപ്പോൾ JEE 2025 മുമ്പുള്ള ആദ്യ GIB ആണ്, ഫസ്റ്റ് GIB ആണ്. JEE 2025 മുമ്പുള്ള ഒരു വലിയ മോക്ക് എക്സാം കേരളം മൊത്തം നമ്മൾ നടത്താൻ വേണ്ടി പോവാണ്. ഓൺലൈനിലെ കുട്ടികളുണ്ടാവും, ഓഫ്ലൈനിലെ കുട്ടികളും ഉണ്ടാവും. എല്ലാവരും കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, തകർത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ അത് നടക്കുന്ന 2 ഡേറ്റുകളിലായി. കാര്യം കമ്പ്യൂട്ടർ ബേസ് ചെയ്ത എക്സാം മറ്റേ ടൈമിൽ നമുക്ക് നടത്താൻ പറ്റില്ല. 2 ഡേറ്റുകളിലായിട്ടാണ് നമ്മൾ നടക്കുന്നത്. 20-21 ജൂലൈയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നടത്താൻ വേണ്ടി പോകുന്നത്. അതിന് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതായത് ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും, സം ബേസിക് കോൺസെപ്റ്റ്സും സ്ട്രക്ചർ ഓഫ് ആറ്റവും, ഫണ്ടമെന്റൽസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. അപ്പോൾ +2കാർ സൂപ്പർ കിങ്സ് ബാച്ചിലുള്ള, അല്ലെങ്കിൽ കിങ്സ് 11 ബാച്ചിലുള്ളവർക്ക് വേണമെങ്കിൽ ഇത് എഴുതാം. സൂപ്പർ കിങ്സ് ബാച്ചുകാർക്ക് നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ജൂലൈ ഈ പറഞ്ഞ 21 കഴിഞ്ഞുള്ള വീക്കിൽ 28 എന്നുള്ള ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ സൂപ്പർ കിങ്സുകാർക്ക് അത് എഴുതാം. ഇത് റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്, അതായത് ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ കിങ്സ് 11കാർക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. കാര്യം അവർ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ തന്നെയാണ് 20-21 വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പം ഈ ഡേറ്റിൽ കൃത്യമായി എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. വൺ ഷോട്ട് സീരീസ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ്.
ആൻഡ് ഇതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്ക്. 14 ജില്ലയിൽ നമ്മൾ എന്ത് ചെയ്യും, സെന്ററുകൾ കൃത്യമായി നിങ്ങൾക്ക് അപ്ഡേറ്റ് തരും. അതായത് നമ്മൾ കഴിഞ്ഞ തവണ 14 സെന്ററുകളാണ്, ആ സെന്ററുകളുടെ എണ്ണം കൂട്ടാനും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായിട്ട് അതിന്റെ കൃത്യമായ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനാണ്. താഴെ കമന്റ് ബോക്സിൽ ലിങ്കും ഉണ്ടാകും. എന്തായാലും എഴുതണം. മാർക്ക് എത്രയും ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും പറയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മാർക്ക് എത്രയും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തകർത്ത് അടിപൊളിയായിട്ട് പഠിച്ചു പോടാൻ മക്കളെ. നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ആൾ ദ ബെസ്റ്റ് ഗൈസ്.